നമ്മൾ ഡാഷ്ബോർഡിൽ ഒരു സെക്കൻഡ് ഈ മ്യൂട്ട് അല്ലാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, താങ്ക് യു. ഇതിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡിനകത്ത് നമ്മളുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു റെഫറൻസ് ഐ ഡി, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്, ആപ്ലിക്കേഷൻ നമ്പർ, ഇത്തരം ഡീറ്റെയിൽസുകൾ ഉണ്ടാവും. അപ്പൊ ഈ റെഫറൻസ് ഐ ഡി ആയിരിക്കും നമ്മൾ ഫർദർ ആയിട്ടുള്ള ഇഷ്യൂമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളുടെ സ്ഥാപനത്തിന്റെ പേര് മാത്രമല്ല, ഈ ഒരു റെഫറൻസ് ഐ ഡിയും കൂടെ മെൻഷൻ ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ആപ്ലിക്കേഷൻ സ്റ്റേജ് ഹിസ്റ്ററി എന്നൊരു കോളം ഉണ്ട്. അതിനകത്ത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും രജിസ്ട്രേഷൻ എപ്പോഴൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോഴൊക്കെയാണ്, അങ്ങനെ ഓരോ ഡേറ്റ് വൈസ് ആയിട്ട് അതിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഓരോ സ്റ്റേജും എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു അപ്ഡേഷൻ ഈ ആപ്ലിക്കേഷൻ സ്റ്റേജ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഗൈഡ് ലൈൻസിനകത്ത് നമ്മൾ ആ ഒരു ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും എത്ര MB താഴെയുള്ള ഫോട്ടോസ് ആയിരിക്കണം, എല്ലാ ക്വസ്റ്റ്യൻസും മാൻഡേറ്ററി ആണ്, അതുപോലെ എന്താ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ആണ് ഈ ഒരു ഗൈഡ് ലൈനകത്ത് പറയുന്നത്. പിന്നെ ഫീസ് നമ്മൾ ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് ഫീ പേയ്മെന്റ് ഇല്ലായിരുന്നു. തവണ തൊട്ടിട്ട് നമുക്ക് ഫീ പേയ്മെന്റ് വരുന്നുണ്ട്. ഈ ഫീസ് എങ്ങനെ അടയ്ക്കണം എന്നുള്ളതിന്റെ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ ആവാനുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഉടനെ തന്നെ നിങ്ങളെ എല്ലാവരെയും ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പം ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ ചെക്ക് ലിസ്റ്റുകൾ നോക്കിയിട്ടുള്ളവർക്കറിയാം, അതിൽ കുറെ സബ് ഹെഡിങ്ങുകൾ ഉണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിൽ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ നെക്സ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സ്കോപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻ, ഇൻഫർമേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഫെക്ഷൻ കൺട്രോൾ, ക്വാളിറ്റി ഓഫ് കെയർ, OPD, ട്രെയിനിങ്, ഇന്റർവ്യൂ, മെഡിസിൻ സ്റ്റോർ, HR, സപ്പോർട്ടീവ് സർവീസസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ ജനറൽ ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചുള്ളത്. ഇതിൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നതുണ്ട്. അപ്പം ഇതില് നിങ്ങൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു ചിലയിടത്തൊക്കെ ഇങ്ങനെ ഒരു പ്ലസ് ഐക്കൺ കാണും. അപ്പൊ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അതിന്റെ താഴേക്കുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് AHWC ടൈപ്പ് ഏതാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ആയുഷ് എൻട്രി ലെവൽ ഫോർ AHWC അണ്ടർ നാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഏത് സ്പെഷ്യാലിറ്റി ആണെന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ഥാപനത്തിന്റെ പേര്, അഡ്രസ്സ്, അങ്ങനെ ആയിട്ടുള്ള ജനറൽ ഇൻഫർമേഷൻസ്. പിന്നെ നോഡൽ ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽസ്, ഇൻചാർജ് CHO ആരാണെന്ന് വെച്ചാൽ അവരുടെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ. പിന്നെ ഓർഗനൈസേഷൻ ഇൻഫർമേഷൻസിനകത്താണ് ഫോട്ടോഗ്രാഫ്സ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫോം ഒന്ന് എടുത്തു നോക്കുക. ആപ്ലിക്കേഷൻ ഫോം ഓരോന്നിനകത്തും എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് ആദ്യമേ തന്നെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് അതൊന്ന് റീനെയിം ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. ഇടയ്ക്കിടയ്ക്ക് അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഈ ഒരു അപ്ലോഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിനാവശ്യമായിട്ടുള്ള ഫോട്ടോസ് കളക്ട് ചെയ്ത് റീനെയിം ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതിപ്പോ ഗ്രീൻ മാർക്കിൽ കിടക്കുന്ന വെച്ചാൽ നിങ്ങൾ പുതിയതായിട്ട് പോർട്ടലിൽ കയറാൻ നേരത്തെ ഈ ഗ്രീൻ കളറിലുള്ളത് റെഡ് കളർ ആയിരിക്കും. അതായത് അവിടെ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട്. ഇതിപ്പോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടൽ ആയതുകൊണ്ടാണ് ഇത് ഗ്രീൻ കളറിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് റെഡ് എന്നുള്ളത് ഗ്രീൻ കളറായിട്ട് മാറും. അതേപോലെ സ്കോപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. സ്കോപ്പ് ഓഫ് സർട്ടിഫിക്കേഷനകത്ത് നമ്മുടെ സർവീസ് എന്താണെന്നുള്ളത്, അപ്പൊ അതിനകത്ത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നമ്മളുടെ ഇംപ്ലിമെന്റേഷന്റെ ഹാൻഡ് ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കിട്ടിക്കാണുമായിരിക്കും. അപ്പൊ ആ ഒരു ഇംപ്ലിമെന്റേഷൻ ഹാൻഡ് ബുക്ക് കൂടെ വെച്ചിട്ട് വേണം
ഈ ഒരു പോർട്ടലിനകത്ത് അപ്ലോഡിങ് ചെയ്യാൻ. കാരണം അതിനകത്ത് ഓരോ പോയിന്റിനകത്തും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഡോക്യുമെന്റ് ഫോർ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക്കലി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് വേണം നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഇപ്പൊ ഹോമിയോ ആണെങ്കിൽ ഹോമിയോ, അല്ലെങ്കിൽ ആയുർവേദം, സിദ്ധ, ഏത് സ്പെഷ്യാലിറ്റി ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പോർട്ടലാണ്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു റൈറ്റ് സൈഡ് കോർണറിലായിട്ട് സേവ് എന്നും സബ്മിറ്റ് എന്നും പറഞ്ഞ് 2 ഓപ്ഷൻ വരും. അപ്പോൾ ഓരോ പേജും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓരോന്നും എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് സേവ് ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പിറ്റേ ദിവസം അത് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്താൽ മാത്രമേ നിങ്ങൾ അത്രയും നേരം ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് അതിൽ സേവ്ഡ് ആയിട്ടിരിക്കുള്ളൂ. ഒരിക്കലും ഈ സേവ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. എന്ത് കാര്യം നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഉടനെ തന്നെ സേവ് ചെയ്ത് പോവാം. ഇതിൽ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ 2 ഓപ്ഷനാണ്. ഒരിക്കലും സബ്മിഷൻ കൊടുക്കരുത്, സേവ് മാത്രം കൊടുക്കുക. സേവ് ചെയ്തിട്ട് നമ്മുടെ ഈ സബ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിന്, അതായത് അപ്ലോഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് സബ്മിഷൻ കൊടുക്കേണ്ടത്. അതേപോലെ ഇൻഫർമേഷൻ ആൻഡ് സൈനേജ് ഡിസ്പ്ലേ. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അവര്, വെദർ ഡിഫൈൻഡ് കളർ കോഡ് അലോങ് വിത്ത് ലോഗോ ഈസ് അവൈലബിൾ ഇൻ HWC എന്നുള്ളത്. അപ്പൊ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ എന്ന് എഴുതാം. ഇവിടെ ഒരു എസ് ഓർ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും കാര്യം നമ്മളത് ഓൺ പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഇപ്പം എക്യുപ്മെന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം അതിന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ എന്താ പറയുന്നത്, വർക്ക് ഓർഡറും കാര്യങ്ങളും എല്ലാം ആയി. പക്ഷെ പർച്ചേസ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡറും അല്ലെങ്കിൽ ഒരു വർക്ക് ഓർഡറും കാര്യങ്ങളും വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യാം. പക്ഷെ റിമാർക്കിനകത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം, നമ്മളുടെ പർച്ചേസിംഗ് പ്രോസസ് അണ്ടർ പ്രോഗ്രസ് ആണ്. അതുപോലെ നമ്മൾ അവര് വിസിറ്റിന് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇത്തരം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ റിമാർക്കിനകത്ത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അത് ബ്ലാങ്ക് ആക്കി ഇടരുത്. എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിന് മെൻഷൻ ചെയ്യുകയും വേണം. കറന്റ് ഉള്ള സ്റ്റാറ്റസ് ഫോട്ടോയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് കുറെയൊക്കെ എൻസികൾ കഴിഞ്ഞ തവണയും അതിന്റെ മുന്നത്തെ തവണയൊക്കെ വന്നുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാല് പോർട്ടലിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള അപ്ലോഡിങ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഗൈഡ് ലൈൻ വെച്ച് നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ഹാൻഡ് ബുക്ക് പ്രകാരം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് കറക്റ്റ് ആയിട്ട് നോക്കി വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. റീനെയിം ചെയ്യേണ്ട ഫയലുകൾ റീനെയിം ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്യുക. റിമാർക്ക് മെൻഷൻ ചെയ്യേണ്ടടുത്ത് കൃത്യമായിട്ട് തന്നെ റിമാർക്കുകൾ മെൻഷൻ ചെയ്ത് സേവ് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഓരോന്നും ഓരോ സെഷൻ, ഇപ്പം ഇതിൽ ഇൻഫർമേഷൻ ആൻഡ് സൈനേജ് ഡിസ്പ്ലേ എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റിമാർക്ക് മെൻഷൻ ചെയ്യാം, എസ് ഓർ നോ മെൻഷൻ ചെയ്യാം, ഫോട്ടോ അപ്ലോഡിംഗ് ഉണ്ട്. അപ്പൊ അത് ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് സേവ് കൊടുക്കുക. അതിനുശേഷം വേണം നെക്സ്റ്റ് പേജിലേക്ക് പോകാനായിട്ട്. അപ്പം ഇതേ സെയിം തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി മാനേജ്മെന്റ്. അപ്പം ഇത് പറയുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്ലോഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം പ്രോസസ്സ് തന്നെ. അപ്പൊ ഇതിനകത്ത് ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ഇടുക. ഇത് ടിക്ക് ഓപ്ഷൻ ആണുള്ളത്. ടിക്ക് ഇട്ടിട്ട് അതിന്റെ ഫോട്ടോ അത് അപ്ലോഡ് ചെയ്യാം. ആ പേജ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. ഇൻഫെക്ഷൻ കൺട്രോളിനകത്ത് സെയിം ഡീറ്റെയിൽസ് തന്നെ എന്തൊക്കെയാണെന്നുള്ള റിമാർക്കും കാര്യങ്ങളും മെൻഷൻ ചെയ്യുക. റെലവെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. ഇതിപ്പോ നിങ്ങൾ റിമാർക്കുകൾ ചിലയിടത്ത് എൻട്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ റിക്വയർഡ് എന്നുള്ള രീതിയിൽ റെഡ് മാർക്കിൽ അവർ കാണിക്കും എന്തൊക്കെയാണ് അവിടെ നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളത്. ക്വാളിറ്റി ഓഫ് കെയർ ആണ്. ക്വാളിറ്റി ഓഫ് കെയർ
ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് തന്നെ. പിന്നെ ഈ ഒരു പേജിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് 2 ഇയറിന്റെ ഡേറ്റ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് 2 ഇയറിന്റെ ഡേറ്റ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഇപ്പൊ പോർട്ടൽ അപ്ഡേറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഒരു പുതിയ ആപ്ലിക്കേഷൻ സബ്മിഷൻ കൊടുക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ചിലപ്പോ ഈ 2021 അല്ലെങ്കിൽ 22 എന്നുള്ള ഇത് തന്നെ ആയിരിക്കും ചിലപ്പോൾ വന്നിരിക്കുക. അത് നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് 2 ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 24, 25 ആ വർഷത്തെ ഡേറ്റ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പം ഇതിനകത്ത് 21, 22 എന്നുള്ളത് NABH അവര് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ അത് മാറുള്ളൂ. ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് ഒരാൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് 24, 25 ഡേറ്റ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നീട് വരുന്നത് OPD ആൻഡ് പേഷ്യന്റ് റെക്കോർഡ്സ് ആണ്. അതിനകത്ത് ഇതേപോലെ ഇയർലി ഡേറ്റ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇയർലി ഡേറ്റ 24, 25 എന്തൊക്കെയാണെന്നുള്ളതിന്റെ ആ ഒരു നമ്പർ വേണം എൻ്റർ ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതിന്റെ ഡോക്യുമെന്റ് എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ. ഈ ഒരു പേജ് എൻഡിൽ വരുമ്പോഴത്തേക്കും പേഷ്യന്റ് റെക്കോർഡ്സ് ഉണ്ട്. അപ്പൊ പേഷ്യന്റ് റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത് വരും. അതേപോലെ പ്രിസ്ക്രിപ്ഷന്റെ ഡീറ്റെയിൽസ് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്സ് അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഫില്ല് ചെയ്യാം. അടുത്തത് ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് ആണ്. ട്രെയിനിങ്ങിന്റെ ലാസ്റ്റ് 2 ഇയറിലെ ഡേറ്റ ആണ് ചോദിച്ചേക്കുന്നത്. ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് അങ്ങോട്ടേക്ക് പോകേ അതങ്ങോട്ടേക്ക് പോകാൻ മെഡിസിൻ സ്റ്റോറേജ് ആൻഡ് ഫാർമസി. ഇത് ഓരോ പേജ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴും ഇതിന്റെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് സേവും സബ്മിറ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ബ്ലൂ കളറിൽ കാണാൻ പറ്റും. അപ്പൊ എല്ലാ പേജും ചെയ്ത് അതിന്റെ എൻഡിൽ സേവ് ചെയ്ത് പോവാം. അതേപോലെ HR-ന്റെ ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്കും അതിനകത്ത് അപ്ലോഡ് എക്സൽ എന്ന് പറയുന്ന ഒരു കോളം കൂടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ആവും. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അതേപോലെ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ടുള്ള കോളംസ് ഉണ്ടാവും. ഇപ്പൊ ഫാർമസിസ്റ്റിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് എക്സൽ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു ടെംപ്ലേറ്റ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയിട്ട് കിട്ടും. അതിൽ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഈ പറയുന്ന ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. HR ഡീറ്റെയിൽസിനകത്താണ് ഇങ്ങനൊരു ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ ആശമാരുടെ ഡീറ്റെയിൽസ്, MBW, ഇതെല്ലാം HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സപ്പോർട്ടീവ് സർവീസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഈ സപ്പോർട്ടീവ് സർവീസും കഴിഞ്ഞ് നിങ്ങൾ സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഫീ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഫീ പേയ്മെന്റിൻ്റെത് അതിന്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഉടനെ തന്നെ നിങ്ങളോട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഉടനെ തന്നെ ഇൻഫോം ചെയ്യാം. നമ്മൾ സപ്പോർട്ടീവ് സർവീസ് എന്തെങ്കിലും ലാബ് സർവീസുകളോ അല്ലെങ്കിൽ പഞ്ചാർമ പോലത്തെ എന്തെങ്കിലും അഡീഷണൽ സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതേപോലെ താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. ഡിക്ലറേഷനും കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം സബ്മിഷൻ ഓപ്ഷൻ കൊടുക്കാനായിട്ട്. ഇത്രയാണ് അപ്ലോഡിങ് വരുന്നത്. ഈ അപ്ലോഡിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡിക്ലറേഷനും ക്ലിക്ക് ചെയ്ത് സബ്മിഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. അതിനുശേഷമാണ് അവര് NABH ഒഫീഷ്യൽ ആയിട്ടുള്ള അസസ്മെന്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് ഡേറ്റും അസസേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഇൻഫോം ചെയ്യുന്നത്.
എന്നാലും തിളപ്പിക്കല്ലേ. അതേപോലെ ഒരു റിമാർക്ക് കോളം ഉണ്ട് നെക്സ്റ്റ് ടാബിൽ നിങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ റിമാർക്ക് കോളത്തിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ NABH നമുക്ക് അയക്കുന്ന മെസ്സേജോ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അവർക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഉള്ള എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർട്ടൽ ത്രൂ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അതെങ്ങനെയാണെന്നുള്ളത് ഇൻഫോം ചെയ്യാം. അപ്പൊ പോർട്ടൽ ത്രൂ തന്നെയാണ് പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഇത്രയാണ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനും ആപ്ലിക്കേഷൻ സബ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യാൻ ഇപ്പം ഒരു തവണ കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അപ്ലോഡിങ്ങും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ നോഡൽ ഓഫീസേഴ്സ് ഫെസിലിറ്റേറ്റേഴ്സ് അവരെല്ലാം ഓൾറെഡി ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു എങ്ങനെയാ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ വേണോ അതോ സാധാ ഫോട്ടോ മതിയോ? ജിയോ ടാഗ് ഉള്ള ഫോട്ടോസ് ആണ് നല്ലത്. ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് മാഡം, ഡോക്ടർ ഇന്ദു ആണ് ട്രിവാൻഡ്രത്ത് നിന്ന്. 2-3 സംശയങ്ങളുണ്ട്. ഈ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പം എല്ലാ ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സും ആയിട്ടില്ല. അപ്പൊ അത് വന്നതിന് അത് ഉള്ളത് വെച്ച് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ? കുറച്ച് നാം സപ്ലൈ ഉണ്ടെന്ന് പറയുന്നു, കുറച്ച് ചില എസെൻഷ്യൽ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നാമിന്ന് സപ്ലൈ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അത് മതിയാവോ എന്നുള്ള ഒരു ഡൗട്ട്. സെക്കൻഡ് തിങ്, ഇപ്പൊ 2 വർഷത്തെ ഡീറ്റെയിൽസ് ആണല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, പ്രകൃതി പരീക്ഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മുടെ HWC ആയി കഴിഞ്ഞിട്ട് ഒരു 2-3 months കഴിഞ്ഞിട്ടാണ് നമുക്ക് MPHWന്റെ പോസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ MPHWന്റെ പോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ സ്റ്റേറ്റ് ടീം വന്നപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം MPHW വന്നതിന് ശേഷം ഉള്ളതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് തന്നെ മതിയാവുമല്ലോ അല്ലെ? ഇപ്പൊ ഇപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ 2-3 അഭിപ്രായം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് അത് ക്ലാരിഫൈ ചെയ്യാൻ ചോദിക്കുന്നത്. അതായത് അതിന് ശേഷം മാത്രമേ നമ്മൾ ഇത്തരം ഡീറ്റെയിൽസ് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ഫോർജ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസ് ആയിരിക്കണം നേരത്തെ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കാന്ന് വെച്ചാൽ. അപ്പൊ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി. പിന്നെ വേറെ ഒരു കാര്യം കൂടെ മാഡം, അതായത് ഇപ്പം നമുക്ക് ഈ ഇൻവേർട്ടർ ഒക്കെ കഴിഞ്ഞ വർഷമൊക്കെ നാമിന്ന് സപ്ലൈ, കഴിഞ്ഞ വർഷം ഞാനൊരു CHO ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് അറിയാം ഈ നാമിന്ന് സപ്ലൈ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ചില ഡിസ്പെൻസറികളിലെല്ലാം നമുക്ക് ഓൾറെഡി നമുക്ക് ഇൻവേർട്ടേഴ്സ് ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട് പഞ്ചായത്ത് പ്രോജക്റ്റ് ഒക്കെ വെച്ച്. അപ്പം പക്ഷെ എല്ലാ പോയിന്റ്സും ഇല്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഒരു അവൈലബിലിറ്റി, അതായത് ഇതിന്റെ അകത്തുനിന്ന് കുറച്ച് കണക്ഷൻസും കൂടെയൊക്കെ ഈ ഇൻവേർട്ടറിന്റെ നിങ്ങൾ തരുന്ന ഇൻവേർട്ടർ നമുക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ 3 ഡൗട്ട് ഒന്ന് ആൻസർ ചെയ്തെങ്കിൽ നന്നായിരുന്നു. മാഡം, ഒന്ന് എക്യുപ്മെന്റ്സിന്റെ നമ്മളിപ്പം നമ്മൾ ഓൾറെഡി DPMസിനെ ഇന്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. പർച്ചേസിങ്ങും കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യം, മേസും കാര്യങ്ങളെല്ലാം അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പം ചെയ്ത് തുടങ്ങിയാലും നിങ്ങൾക്കിപ്പോ എന്തായാലും ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 7 ദിവസമെങ്കിലും വേണ്ടി വരും ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പൊ ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ലോക്കൽ പർച്ചേസ് ചെയ്ത് കിട്ടും എന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഇല്ല നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഡിലേ ആവും എന്നുണ്ടെങ്കിൽ നമ്മളിത് പർച്ചേസിങ് അണ്ടർ പ്രോസസ് ആണ്, നമ്മൾ വരുന്ന സമയത്തേക്കിന് അത് സബ്മിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ റിമാർക്കിനകത്ത് കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യാം. അപ്പൊ അതിന്റെ വർക്ക് ഓർഡറോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ ഡോക്ടർ ചോദിച്ച ഡേറ്റയുടെ കാര്യമാണ്. അപ്പൊ HWC ആക്കിയിട്ട് അന്നേരം തൊട്ടിട്ടുള്ള ഡേറ്റ അപ്ലോഡ് ചെയ്താൽ മതി. 2 ഇയറിലത്തെ ഡേറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് തൊട്ടിട്ടാണോ ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത് അന്ന് തൊട്ടിട്ടുള്ള ഡേറ്റ അപ്ലോഡ് ചെയ്യാം. പിന്നെ MPHW വരുന്നതിന് ശേഷമുള്ള പോരാ. അപ്പം എന്നാണോ HWC ആയിട്ടുള്ള അന്ന് തൊട്ട് വേണം അല്ലെ? കാര്യം MPHW ഡേറ്റ അപ്ലോഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ പ്രീവിയസ് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രീവിയസ് ഡേറ്റ ഇപ്പൊ പ്രകൃതി പരീക്ഷ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ MPHW ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ മാഡം. അതിപ്പോ നമ്മള് അതുവരെ അങ്ങനത്തെ ഒരു ഡേറ്റ് നമ്മൾ ശരിക്കും HWC ആയാൽ പോലും നമ്മൾ അങ്ങനെ നമുക്ക് അതിനുള്ള മാൻ പവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല.
അപ്പോ ആ അപ്പൊ ഡാറ്റ നമ്മള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ കൃത്യമായിട്ട് തന്നെ റിമാർക്കിൽ മെൻഷൻ ചെയ്യണം. നമുക്ക് ഓക്കെ ആ HWC ആക്കിയത് ഇന്നത്തെ ഡേറ്റ് തൊട്ടിട്ടാണ്, നമ്മൾ ഡേറ്റ കളക്ഷൻ തുടങ്ങിയത് ഈ സ്റ്റേജ് തൊട്ടിട്ടാണ്. അപ്പൊ അന്ന് തൊട്ടിട്ടുള്ള ഡേറ്റാസ് ഓക്കെ ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ശരി കാര്യം അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. നമ്മൾ വെറുതെ ഒരു കാര്യം അപ്ലോഡ് ചെയ്യല്ല. ശരി ഡോക്ടർ, താങ്ക് യു. അത് മനസ്സിലായി. നമുക്ക് ഓൾറെഡി ഇൻവെർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നമുക്കൊരു, കാരണം ഉച്ചവരെ നമ്മളെ സ്ഥാപനം വർക്കിംഗ് ഉള്ളൂ. അപ്പം അതിനകത്ത് എല്ലാ ഏരിയയിലും മെയിൻ ആയിട്ടുള്ള ഏരിയകളിൽ മാത്രം പവർ സപ്ലൈയുടെ ആവശ്യമുള്ളൂ. അപ്പം അത് പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ആ എമൗണ്ട് നമുക്ക് വേറൊന്നിനും ക്ലെയിം ചെയ്യാനും പറ്റില്ലല്ലോ അല്ലെ? അത് ബുദ്ധിമുട്ടായിരിക്കും ഡോക്ടറെ. ഓക്കെ, താങ്ക് യു. ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറാണേ. പറഞ്ഞ ഡോക്ടറെ. അതായത് 2 ഇൻഫന്റ് വെയിങ് സ്കെയില്, ആ ഇൻസ്ട്രുമെന്റ് നമുക്കവിടെ ആ ഒരു സ്കെയില് മാത്രമേ ഉള്ളൂ. കുട്ടിയെ കിടത്തുന്ന ആ പ്ലാസ്റ്റിക് പാൻ ഇല്ല. അപ്പൊ അത് ആ സെൽഫ് അസസ്മെന്റ് അന്ന് അപ്ലോഡ് ചെയ്തപ്പോഴും അതാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. അപ്പം നാമിൽ നിന്ന് അത് സപ്ലൈ ചെയ്യോ എന്താണ്? ഇപ്പൊ നമ്മളിപ്പോ ഇത് കൊടുക്കുമ്പോ എന്താ നമ്മൾ അവിടെ കൊടുക്കേണ്ടത്? ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ DPM-നെ ഇൻഫോം ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ഒരു ഡേറ്റ കൊടുത്തിട്ടുണ്ട്. കൺസേൺ ആയിട്ടുള്ള DPM ആയിട്ട് കോൺടാക്ട് ചെയ്തു. സ്കെയിലിൽ തൂക്കിയിടാനുള്ള സാധനമുണ്ട്, കുട്ടിയെ കിടത്താനുള്ള പാൻ മാത്രം തന്നിട്ടില്ല. ഓക്കെ, അത് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അത് സപ്ലൈ ചെയ്യോ? ചെയ്യും. അത് പറഞ്ഞാൽ മതി. ബയോമെഡിക്കൽ എക്യുപ്മെന്റുകളെല്ലാം സപ്ലൈ ചെയ്യും. സപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ മോട്ടോർ ടെസ്റ്റിലും ഒരെണ്ണമാണ് ഡാമേജ്ഡ് ആണ്. അത് ഞാൻ അന്ന് അത് കാണിച്ചു. അതും സപ്ലൈ ചെയ്യുമോ? നമ്മളിതിപ്പോ എന്താ കൊടുക്കേണ്ടത് ഇപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം? അതാ ഞാൻ പറഞ്ഞ ഡോക്ടറെ, നമുക്ക് ആ ഒരു നിങ്ങൾ ചെയ്തെടുക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു വീക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പൊ ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കിട്ടും എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് നോട്ട് അതായത് സബ്മിഷൻ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. ലോഡിങ് തീർന്ന് സബ്മിഷന് മുന്നേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്ത് കിട്ടും എന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അണ്ടർ പ്രോസസ്സിങ്ങിലാണ്, നമ്മൾ വരുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ റിമാർക്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. മാഡം, വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് ഇപ്പൊ ഇമേജ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് RGCB ആയിട്ട് ഞാൻ തന്നെ ഒരു MOU നമുക്ക് റെഡിയാക്കി തന്നു ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക്. പക്ഷെ ഇപ്രാവശ്യം വെച്ചാൽ ഇമേജ് ആണല്ലോ. അപ്പം ചില സ്ഥാപനങ്ങൾ, ഇപ്പൊ എന്റെ സ്ഥാപനം ഉൾപ്പെടെ ചില സ്ഥാപനങ്ങളിൽ ഇമേജിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അവര് പറയുന്ന 3 months എങ്കിലും എടുക്കും ഇത് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാനും പ്രോസസ്സ് ആക്ടിവേറ്റ് ആവാനെന്നാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നാലും നമുക്ക് ഇമേജിന്റെ യാതൊരു രേഖകളും നമുക്ക് ഈ ഒരു വെരിഫിക്കേഷൻ റിപ്പോർട്ട് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സപ്പോസ് ഇപ്പം NABHന്റെ അസസ്മെന്റ് സമയത്ത് ഇമേജ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും RGCB ആയിട്ടുള്ള MOU നമുക്ക് കിട്ടുമോ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക്? അല്ല ഡോക്ടറെ, നമുക്ക് ഇമേജുമായിട്ടുള്ള MOU തന്നെയാണ് വേണ്ടത്. അപ്പം അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അത് നമ്മൾ സ്റ്റേറ്റിൽ നിന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ അത് ഇൻഫോം ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ ഓക്കെ. മാം, 2 ഡൗട്ടാണ്. ഒന്ന്, നമ്മളിത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോഴത്തേക്ക് എൻഡ് ചെയ്യണം എന്നുള്ളതാണ്. 2, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ പറഞ്ഞു എന്തെങ്കിലും ഒരു സംഗതി ഇല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് പോയാൽ പിന്നെ ബാക്ക് അടിച്ച് വീണ്ടും ഒരു ഡോക്യുമെന്റിനെ പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിനെയൊക്കെ വീണ്ടും അതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്? സബ്മിഷൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിഷൻ ചെയ്യാനായിട്ട് പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനും പറ്റും. വൺസ് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആപ്ലിക്കേഷനകത്ത് ഒന്നും സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഓരോ പേജിനകത്ത് നിങ്ങളിപ്പോ ഞാൻ ഒരു ദിവസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ തവണയും നിങ്ങൾ ചെയ്യുന്നത് സേവ് ചെയ്ത് പോവാ. നിങ്ങൾക്ക് പിന്നീട് അത് എഡിറ്റ് ചെയ്യണം, അതിനകത്ത് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മള് ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ടൂൾ കിറ്റ്, മറ്റേ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ഹാൻഡ് ബുക്ക് അനുസരിച്ചിട്ട് ഉള്ള ഫോട്ടോസ് ആദ്യം കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആദ്യം ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്ത് റീനെയിം ചെയ്ത് സിസ്റ്റത്തിനകത്ത് ഒരു ഫോൾഡറിലാക്കി വെക്കുക. അതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മാത്രം ഈ ഒരു അപ്ലോഡിങ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് വേണമെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല.
രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോർട്ടലിനകത്ത് യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് പോർട്ടലിൽ കയറാൻ പറ്റും. നമുക്ക് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം ഒരു 1 വീക്കിന് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഒരു സംശയം കൂടെ ചോദിക്കട്ടെ, മാക്സിമം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഈ ഫോട്ടോസ് എത്ര എന്നുണ്ടോ? അതായത് ഇപ്പം ഔട്ട്റീച്ച് ആക്ടിവിറ്റി ക്യാമ്പ് അതിനൊക്കെ എത്ര ഫോട്ടോസ്, അത് ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെയാണോ അതോ കൊളാഷ് ആയിട്ട് അങ്ങനെ ചെയ്യാമോ? അല്ല, അത് നിങ്ങൾ പോർട്ടലിനകത്ത് കയറുമ്പോൾ ഓരോന്നിനും അവര് ഓരോ ഫോട്ടോസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഫോട്ടോസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു പ്ലസ് ഐക്കൺ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. മിനിമം 1-2 ഫോട്ടോസ് എങ്കിലും ചെയ്യേണ്ടി വരും. ഓ ശരി, ഓക്കെ. കൊളേഷ് ആയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മാഡം അത് ചോദിക്കുന്നത് ഓരോ ഇവന്റിന്റെയും വേണോ അതോ മൊത്തത്തിൽ ആണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഓരോ ഔട്ട്റീച്ച് ചെയ്യുന്നതിന്റെ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണോ? ഇല്ല, ഇതിപ്പോ ഒരു മന്തിലത്തേത് മറ്റേ ഫോട്ടോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സിംഗിൾ PDF ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഓരോ ഫോട്ടോ ആയിട്ട് വേണം നിർബന്ധമില്ല. അത് മെർജ് ചെയ്തിട്ട് ഒറ്റ ഫയലാക്കി ഒരു അപ്ലോഡ് ചെയ്യാം. ഡൗട്ട്, ഇപ്പൊ നമ്മള് പേഷ്യൻസിന്റെ എണ്ണം മന്ത്ലി ഡാറ്റ കൊടുക്കുമ്പോ അത് എങ്ങനെ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തു വെച്ചിട്ട് കൊടുക്കണോ എങ്ങനെയാണ്? അതെ. അത് ഒരു വേർഡിൽ വല്ലോ നമ്മൾ അതൊന്ന് ടൈപ്പ് ചെയ്തല്ല, ഓൾറെഡി നിങ്ങൾക്ക് രജിസ്റ്ററിനകത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ രജിസ്റ്ററിന്റെ ഫോട്ടോ ആയാലും മതി. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വേർഡിൽ നമ്മൾ ഒരു മന്ത് വൈസ് ഡേറ്റ അതൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു വേർഡ് ഫയൽ അപ്ലോഡ് ചെയ്താലും മതി. ഓക്കെ. അത് ഒരു വർഷത്തെ ഡാറ്റ മൊത്തം ഒറ്റ വേർഡ് ഫയൽ ആക്കിയിട്ട് ഈ എല്ലാ മന്തിലേക്കും തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയോ? അല്ല, അത് മന്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ മന്ത് വൈസ് അതിന്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ലോഡ് എൻ്റർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. മന്ത് വൈസ് ഡേറ്റ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇല്ല, ഒറ്റ ഫയലായിട്ടാണ് ഒരു മന്തിലത്തെ ഡേറ്റ ഫുൾ ആയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെർജ് ചെയ്തിട്ട് ഒരു ഫയലായിട്ട് അത് അപ്ലോഡ് ചെയ്യാം. കാരണം ഓരോ ഫോട്ടോസ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. മാഡം, ഫണ്ടിന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമുക്ക് ഇപ്പം ASI എന്ന് പറഞ്ഞല്ലോ, 50,000 രൂപ കണ്ടിജൻസി എല്ലാ വർഷവും HWCകൾക്ക് ഉണ്ടാവാറുണ്ടല്ലോ. അതില് ഇമേജിന്റെ ഒരു വർഷത്തെ ഫണ്ട് ഏകദേശം ഒരു 11,000 രൂപയും യോഗ ഇൻസ്ട്രക്ടർ TA ആ 2 ഫണ്ട് ഒരു 15,000 രൂപ, അത് ഈ കണ്ടിജൻസിയിൽ നിന്ന് നമുക്ക് പോകുമോ? അല്ലെങ്കിൽ 50,000 നമുക്ക് കണ്ടിജൻസി ആയിട്ട് ചെലവഴിക്കാൻ പറ്റുമോ ഡിസ്പെൻസറിക്ക്? അതാ ഡോക്ടറെ, നമുക്ക് ഇമേജിന്റെ ഒന്ന് നമ്മളിവിടെ ഒരു ഇത് ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഇൻഫോം ചെയ്യാം നമ്മൾ ഉടനെ തന്നെ. ഈ യോഗ ഇൻസ്ട്രക്ടർ TA കഴിഞ്ഞ വർഷം നമ്മളെ കണ്ടിജൻസി ഫണ്ട് എന്നായിരുന്നു അത് മീറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് 50,000 തന്നതിൽ 35,000 നമുക്ക് സാധനങ്ങൾ കണ്ടിജൻസി ഇനത്തിൽ കിട്ടിയുള്ളൂ. ബാക്കി 15,000 രൂപ അവരെ TA എന്നുള്ള രീതിയിൽ പോയി. അത് ഞാനൊന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് ഇൻഫോം ചെയ്യാം ഡോക്ടറെ. എനിക്കൊന്ന് സജിത് സാറാണ് സാർ, പക്ഷെ എന്തോ മീറ്റിംഗിലാണ്, തിരക്കാണെന്ന് തോന്നുന്നു. ഇത് രണ്ടും എടുത്താൽ നമുക്ക് സ്ഥാപനങ്ങൾക്ക് പിന്നെ 25,000 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. മാഡം പിന്നെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നമുക്ക് അവിടെ യോഗ ഡ്രസ് ചേഞ്ചിങ് റൂം ഇല്ല. അപ്പൊ അതിനി ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു വൈകുമെന്ന് തോന്നുന്നു. അപ്പം ഈ ഡ്രസ് ചേഞ്ചിങ് റൂം മാൻഡേറ്ററി ആണോ? അവിടെ സെപ്പറേറ്റ് ഏരിയ അല്ലെങ്കിൽ ഡ്രസ് ചേഞ്ചിങ് റൂമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർട്ടീഷൻ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു സെപ്പറേഷൻ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മതി. ചേഞ്ചിങ് ഏരിയ ഗ്രില്ല് വെച്ചിട്ട് ഓപ്പൺ ആണ് സംഭവം മൊത്തവേ. രണ്ടാമത്തെ നിലയാണ്, അപ്പം ഓപ്പൺ ആണ്. ഗ്രില്ലുണ്ട് ചുറ്റും, പക്ഷെ അത് ക്ലോസ്ഡ് അല്ലല്ലോ. മൊത്തം എല്ലാ ഏരിയയും ഓപ്പൺ ആണ്. അപ്പൊ ഒരു അത് എന്തായാലും നിർബന്ധമായിട്ട് ഇങ്ങനെ ഒരു ഡ്രസ് ചേഞ്ചിങ് ഏരിയ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ? അതുണ്ടോ? ഡ്രസ് ചേഞ്ചിങ് ഏരിയ ഇതിനകത്ത് ചോദിക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് അത് എന്താ പറയുന്നത്, അത് NC ആവാനുള്ള ഒരു കാര്യമല്ല. NC ആവില്ല. അപ്പൊ നമ്മളത് ശ്രമിച്ചാൽ അത് പകുതി വഴി ആവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ നാളെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റില് അപ്ലോഡിങ് തുടങ്ങാനാണോ, രജിസ്ട്രേഷൻ തുടങ്ങാനാണോ ഇപ്പം നിർദ്ദേശിച്ച കാര്യം? യാത്രയായിട്ട് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക്. അതെ. ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം അതായത് നാളെ വിത്ത് ഇഫക്ട് ഫ്രോം നൗ ചെയ്യാൻ തുടങ്ങാനാണോ അപ്പൊ പറയുന്നേ?
ഡേറ്റ് മാഡം, ഡേറ്റ് എന്ന് തൊട്ട് തുടങ്ങണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് തൊട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വൺസ് നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം ഒന്ന് കളക്ട് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം അപ്ലോഡിങ് ചെയ്യാം. തുടങ്ങിയാൽ എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ? മാക്സിമം ഒരു 10 ഡേയ്സിനുള്ളിൽ സബ്മിഷൻ ചെയ്യണം. സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പം ഒരു അതെ അതെ ഇപ്പൊ 1 വീക്കിനകത്ത് സ്റ്റാർട്ട് ചെയ്താലും മതി. അതെ അതെ എന്നുവെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി എളമ്പള്ളിയാണ്. ഹലോ, എളമ്പള്ളി ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടറാണേ. ഞങ്ങളുടെ ഇവിടെ ആശാ വർക്കേഴ്സ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലേ? കാരണം ഞങ്ങളുടെ അവിടുത്തെ തന്നെ PHCയിലെ മെഡിക്കൽ ഓഫീസർ അവരുടെ DPMനോട് ചോദിച്ചു, ഇങ്ങനെ ലെറ്റർ തന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? പക്ഷെ അവർക്കൊരു ഇൻഫോർമേഷൻ കിട്ടാതെ ഇവർക്കൊരു ലെറ്റർ കൊടുക്കത്തില്ല. അതുകൊണ്ട് അലോപ്പതിയിലെ DPMലേക്ക് ഒരു ലെറ്റർ പോയാലേ ഞങ്ങൾക്ക് ആശാ വർക്കേഴ്സ് വരുള്ളൂ. അത് ജില്ലയിൽ നിന്ന് തന്നെ കോർഡിനേറ്റ് ചെയ്യണ്ട ഡോക്ടറെ. അപ്പൊ DPMനോട് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാവോ? ഓക്കെ ഓക്കെ ഓക്കെ. മാഡം ഗുഡ് ആഫ്റ്റർനൂൺ. മുളന്തുരുത്തിയിലാണ് മാഡം. ബേബി വെയിങ് മെഷീൻ ഇതില് ഇമ്പോർട്ടന്റ് ആണോ? അതെ അതെ ഓക്കെ ഓക്കെ. പക്ഷെ അതിന് നല്ല റേറ്റ് ഉണ്ടല്ലോ മാഡം. 25,000 എങ്കിലും വരും. 25,000 ആവില്ലല്ലോ. സോറി, 6,000 എങ്ങനെ ആവും. പക്ഷെ നമുക്ക് അത്രയുള്ള ഫണ്ട്, നമുക്ക് കണ്ടിജൻസി ഇനിയിപ്പോ ഒരു ഇല്ല, അത് നമ്മളല്ലാതെ DPM ത്രൂ ആണ് നമ്മൾ പർച്ചേസിങ് വരുന്നത്. അപ്പൊ DPMനെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഹീമോഗ്ലോബിനോമീറ്റർ ഒക്കെ അങ്ങനെ തന്നെയാണോ? അതെ അതെ ബയോമെഡിക്കൽ എക്യുപ്മെന്റ് എല്ലാം അങ്ങനെയാണ്. ഓക്കെ 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 മാഡം, താങ്ക് യു. മാം, പിന്നെ ഫീഡിംഗ് റൂം, ഒബ്സർവേഷൻ റൂം സെപ്പറേറ്റ് വേണമെന്നുണ്ടോ? മാൻഡേറ്ററി ആണോ എന്നൊന്ന് പറയാമോ? ഒബ്സർവേഷൻ റൂം എന്താ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ വയ്യാതെ വരുന്ന ഒരു പേഷ്യന്റ് പെട്ടെന്ന് കിടക്കണം, അങ്ങനെയാണെങ്കിൽ ഒബ്സർവ് ചെയ്യേണ്ട പേഷ്യന്റ് ആണെങ്കിൽ. ഒബ്സർവേഷൻ നമ്മുടെ AHWCയിൽ അങ്ങനെ നിർബന്ധം പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്ക് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫീഡിംഗ് റൂം മാൻഡേറ്ററി ആണല്ലേ? NABH സ്റ്റാൻഡേർഡ് പ്രകാരം ഫീഡിംഗ് റൂം പറയുന്നില്ല. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ ഓക്കെ. രണ്ടും ഇപ്പൊ NABHന് ആവശ്യമില്ല. ഇല്ല, അത് കാരണം ഒരു NC ആവില്ല. ഓക്കെ ഓക്കെ. മാഡം, ഡിസ്പെൻസറി കളർ കോഡിനകത്ത് എന്താണ് മാഡം? ഒറ്റൊരു MO ആണേ. പറഞ്ഞു ഡോക്ടർ. കളർ കോഡ്, ഡിസ്പെൻസറിയുടെ കളർ കോഡ് എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ അത് പഴയ കളർ കോഡിലാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ ഫണ്ടില് കളർ കോഡ് മാറ്റാൻ പറ്റില്ല. അത് എന്താണെന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഡോക്ടർ, നമുക്ക് ഈ യെല്ലോ കളർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഉടനെ മാറ്റാൻ പറ്റില്ല, ഫണ്ടിന്റെ ഇഷ്യൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്കുള്ള ബ്ലൂ കളർ തന്നെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അസസേഴ്സ് വരുമ്പോൾ